കേസറാം പുണ്യാത്മാക്കളെ സാദരപ്രണാമം. ഇന്ന് 1201 കർക്കിടകം 24 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച. ഇന്ന് ചർച്ച ചെയ്യുന്നത് 315 വരികളാണ്. പ്രധാന ഭാഗങ്ങൾ: രാവണ ശുഗ സംവാദം, ശുഗന്റെ പൂർവ്വ വൃത്താന്തം, മാല്യവാന്റെ വാക്യം. ഇത്രയുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ശുഗൻ ശ്രീരാമന്റെ വൃത്താന്തമൊക്കെ രാവണനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് രാവണന് സമീപത്തേക്ക് പോകുന്നതാണ് കണ്ടത്. ശുഗനെ കണ്ട സമയത്ത് രാവണൻ ചോദിക്കുന്നു, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ? വാനരേന്ദ്രന്മാർ അറിഞ്ഞ് പിടിച്ച് അഭിമാന വിരോധം വരുത്തിനാരോ? ശുഗൻ പോയിട്ട് കുറെ നേരമായി, അതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം 5 ദിവസം നമ്മൾ കണ്ടു. 5 ദിവസം സേതു ബന്ധിക്കാൻ വേണ്ടി എടുത്തു. 3 ദിവസം ശ്രീരാമൻ ഉപവസിച്ചിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസമായി ശുഗൻ രാവണൻ നിർദ്ദേശമനുസരിച്ച് പോയിട്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഇനി വേഗാൻ കാരണം? കുരങ്ങന്മാർ നിന്നെ പിടിച്ച് അടിച്ച് അഭിമാന വിരോധം വരുത്തിയോ? അതുകൊണ്ടാണോ വൈകിയതെന്നൊക്കെ ചോദിക്കുന്നു. ശുഗൻ വിനീതനായിട്ട് രാവണനോട് പറഞ്ഞു, ലങ്കേശ്വര, അങ്ങ് ജയിച്ചാലും ഞാൻ അങ്ങേക്ക് മുക്തിമാർഗം ഉപദേശിക്കുന്ന രീതിയിൽ ചിലതൊക്കെ ഉണർത്തിക്കാം. സമുദ്രത്തിന്റെ വടക്കേ കരയിൽ ആകാശത്ത് നിന്ന് ഞാൻ അങ്ങയുടെ സന്ദേശം വിളിച്ചറിയിച്ചപ്പോൾ കുരങ്ങന്മാർ എന്നെ ചാടി പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി ഭാവിച്ചു. പ്രാണവേദനയോടുകൂടി ഞാൻ, അല്ലയോ രാമചന്ദ്ര, എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചു പോയി. ദൂതനെ കൊല്ലാൻ പാടില്ല എന്ന് പ്രാണവേദനയോടുകൂടി കരഞ്ഞ സമയത്ത് ശ്രീരാമചന്ദ്രൻ കൽപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാനരന്മാർ എന്നെ ഉപദ്രവിച്ചിട്ടുമില്ല, എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ നിർഭയനായി വാനര സൈന്യത്തെ മുഴുവൻ നോക്കി കണ്ടു. തിരിച്ചു പോരാൻ വേണ്ടി തയ്യാറായ സമയത്ത് രാമൻ എന്നെ വിളിച്ച് ചില കാര്യങ്ങൾ അങ്ങയെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ വാക്കുകൾ ഞാൻ ഇവിടെ ഉണർത്തിക്കാം. ഒന്നുകിൽ സീതയെ കൊണ്ട് തരിക വേണം, അല്ലാത്ത പക്ഷം യുദ്ധത്തിനായിട്ട് തയ്യാറാവുകയും വേണം. 2-1 എത്രയും വേഗം ചെയ്യണം. എനിക്ക് 2ഉം തുല്യമാണ് എന്നാണ് ശ്രീരാമൻ നിന്നോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. 2-1 ഉഴറി ചെയ്തു കൊള്ളണം. 2ഉം കണക്കെനിക്കെന്ന് പറയണം. 2ആയാലും എനിക്ക് കണക്കാണ്. സീതയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സീതയെ കൊണ്ടുതരിക എന്ന് പറഞ്ഞാലും അതല്ല, യുദ്ധമാണെങ്കിലും എനിക്ക് 2ഉം തുല്യമാണ് എന്ന് നീ പറഞ്ഞുകൊള്ളണം. രാജ്യത്തെയും സൈന്യത്തെയും നിന്നോട് ഒപ്പം നശിപ്പിച്ച് യുദ്ധത്തിനാണ് നീ തയ്യാറാവുന്നത് എങ്കിൽ നിന്നെയും നിന്റെ രാജ്യത്തെയും സൈന്യത്തെയും ഒക്കെ നശിപ്പിച്ച് ഞാൻ എൻ്റെ ദേഷ്യം തീർത്തുകൊള്ളാം എന്ന് ശ്രീരാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ സഹോദരനോടൊപ്പം ലക്ഷ്മണ സുഗ്രീവാദികളാൽ സേവിതനായിട്ട് നിന്നെ വധിക്കാനായിട്ട് രാമൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് ശുഗൻ ഇവിടെ രാവണനെ അറിയിക്കുന്നു. ശുഗൻ സുഗ്രീവ സൈന്യത്തെ, വാനര സൈന്യത്തെ വർണ്ണിക്കുകയാണ്. സംഖ്യയില്ലാത്ത ആ വാനര സൈന്യത്തെ നീ ഒന്ന് നോക്കിയാലും ഭൂമി കുലുങ്ങുന്ന രീതിയിൽ അലറി ലോകങ്ങളെല്ലാം ഭസ്മമാക്കുന്ന രീതിയിൽ പരാക്രമത്തോടുകൂടി നിൽക്കുന്ന അവരിൽ ചില പ്രധാനപ്പെട്ട ആളുകളെ ഞാൻ അവിടത്തേക്ക് പറഞ്ഞു തരാം. ലങ്കയിലേക്ക് തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് വാലുമുയർത്തി അലറിക്കൊണ്ട് നിൽക്കുന്ന ആ വാനരനെ കണ്ടില്ലേ? അതാണ് സേനാപതിയായിട്ടുള്ള നീലൻ. അവൻ അഗ്നിയുടെ പുത്രനാണ്. കാലൻ പോലും അവനെതിരെ നിൽക്കുകയില്ല എന്നങ്ങ് മനസ്സിലാക്കിയാലും പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആ താമര അല്ലിയുടെ നിറത്തിൽ നിൽക്കുന്ന ഒരു പർവ്വത ശിഖരം പോലെ അവിടെ നിൽക്കുന്ന ആ കുരങ്ങനുണ്ടല്ലോ, ആ കുരങ്ങൻ വാല് തറയിൽ തല്ലി നിൽക്കുന്നത് കണ്ടില്ലേ? അത് ഇളയ രാജാവായിട്ടുള്ള അംഗദനാണ്. അല്ലയോ രാവണ, തൊട്ടടുത്ത് നിൽക്കുന്ന ആ മഹാനാണ് അക്ഷകുമാരനെ കൊന്നവനും രാമന് അത്യന്തം പ്രിയപ്പെട്ടവനുമായിട്ടുള്ള ഹനുമാൻ. വെള്ളി പോലെ വെളുത്ത നിറത്തോടുകൂടി സുഗ്രീവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ കുരങ്ങനെ കണ്ടില്ലേ? അതാണ് ശ്വേതൻ എന്ന വാനരൻ. അതിനപ്പുറത്ത് നിൽക്കുന്ന രംഭൻ, അതിനടുത്ത് നിൽക്കുന്ന ശരഭൻ, അതിനടുത്ത് നിൽക്കുന്നവനാണ് അശ്വിനി ദേവതകളുടെ പുത്രന്മാരായിട്ടുള്ള മൈന്ദനും വിവിധനും. അതിനപ്പുറത്ത് നിൽക്കുന്നത് ചിറകെട്ടിയ നളനാണ്. അവനാവട്ടെ വിശ്വകർമാവിന്റെ മകനാണ്. ഇങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം പറയാൻ തന്നെ സാധ്യമല്ല. അത്രയ്ക്കും ശ്രേഷ്ഠരും വീരന്മാരുമാണ് അവരെല്ലാവരും തന്നെ. ജാംബവാൻ, വീരൻ, ഗജൻ, ഗവാക്ഷൻ തുടങ്ങി ഒട്ടേറെ പരാക്രമശാലികൾ ആ കൂട്ടത്തിലുണ്ട്. ആകെ വാനര നായകന്മാരുടെ സംഖ്യ 67 കോടിയുണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടത്.
അവരുടെ കീഴിലാവട്ടെ 21 വെള്ളം സൈനികരുമുണ്ട്. ഇവരെല്ലാവരും തന്നെ രാക്ഷസ വധത്തിന് വേണ്ടി ജനിച്ചിട്ടുള്ള ദേവന്മാര് ആണ് എന്നതുകൂടി അല്ലയോ രാവണ അങ്ങ് മനസ്സിലാക്കിയാലും. ശ്രീരാമൻ കേവലം മനുഷ്യനാണ് എന്ന് അല്ലയോ രാവണ അങ്ങ് വിചാരിക്കരുത്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ മനുഷ്യാവതാരം എടുത്ത മൂർത്തിയാണ്. അതിശേഷനായ അനന്തനാണ് ലക്ഷ്മണനായിട്ട് അവതരിച്ചിട്ടുള്ളത്. യോഗമായ സീതാദേവിയുമാണ്. സീതാരാമന്മാർ അവർ ജഗൽ പിതാക്കളാണ്. അവരോട് അല്ലയോ രാവണ വിരോധം വെച്ച് പുലർത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പഞ്ചഭൂത നിർമ്മിതവും ദുർഗന്ധം നിറഞ്ഞതുമായിട്ടുള്ള ഈ ശരീരത്തെ അഭിമാനിച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യുന്നത്. അതെല്ലാം മറന്നിട്ട് ദേഹാഭിമാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മന കണ്ടു തെളിയ നീ. ആത്മാവ് നിർമ്മലവും അവ്യയവും അദ്വയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ആത്മാവിനെ കൊണ്ട് തന്നെ മനസ്സിലാക്കി ആത്മാവിൽ തന്നെ ലയിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തയ്യാറാകൂ. തുച്ഛമായിട്ടുള്ള ഈ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കൂ. കർമ്മഭുവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിരിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ എന്ന് പറയുന്നു. അതായത് കർമ്മഭൂമിയായിരിക്കുന്ന ഈ ഭാരതഖണ്ഡത്തിൽ ജനിച്ചവർക്ക് ആർക്കെങ്കിലും ഭോഗാഭിലാഷം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഭോഗസുഖങ്ങൾ പന്നി, നായ തുടങ്ങിയിട്ടുള്ള ജീവികൾക്ക് പോലുമുണ്ട്. അങ്ങനെയുള്ള ആ ജീവികൾക്കുള്ള ഭോഗസുഖം വിശേഷ ബുദ്ധിയുള്ള ശരീരം ലഭിച്ചിരിക്കുന്ന മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന നിനക്ക്, പ്രത്യേകിച്ച് നീ ബ്രാഹ്മണനാണ്, ബ്രഹ്മത്തെ ആചരിക്കുന്നവനാണ്, അങ്ങനെയുള്ള ബ്രാഹ്മണത്വം ലഭിച്ചിരിക്കുന്ന നിനക്ക് ഈ ഭോഗസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ത്? കർമ്മഭൂമിയായിരിക്കുന്ന ഈ ഭാരതഖണ്ഡത്തിൽ ജനിച്ചിട്ട് പോലും നിനക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്നെല്ലാം തന്നെ ഇവിടെ ശുഗൻ രാവണനോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അതോടൊപ്പം തന്നെ ശുഗൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യൂ, നീ രാമപാദ സേവകനായിട്ട് തീർന്നാലും രാമപാദങ്ങളിൽ നിന്റെ സർവവും സമർപ്പിക്കൂ, നീ സീതയെ രാമനെ ഏൽപ്പിക്കൂ, എങ്കിൽ നിനക്ക് വിഷ്ണുപദം പ്രാപിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് കോപാന്ധനായ രാവണൻ ശുഗൻ ദഹിച്ചു പോകുമാർ അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഭൃത്യനായ നീ ആചാര്യനെ പോലെ ഉപദേശിക്കാൻ പാടുണ്ടോ? ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാൻ എന്ത് കാരണം? നീ എന്റെ ഭൃത്യനാണ്, അങ്ങനെയുള്ള നീ ഒരു ആചാര്യനെ പോലെ എന്നോട് ഉപദേശിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. മുമ്പ് ചെയ്ത ഉപകാരത്തെ ഞാൻ ഓർത്തിട്ട് അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇപ്പോൾ വിട്ടയക്കുന്നത്. എന്റെ മുമ്പിൽ നിന്ന് നീ ദൂരേക്ക് പോകൂ, അല്ലാത്ത പക്ഷം കാൽക്ഷണം നീ എന്റെ മുമ്പിൽ നിന്നാൽ ഞാൻ നിന്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞ് കോപത്തോടു കൂടിയിട്ട് ശുഗനെ നോക്കുകയാണ്. പിന്നീട് ശുഗന്റെ പൂർവ്വചരിത്രം പറയുന്നു. മുമ്പ് ശുഗൻ ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വാനപ്രസ്ഥാശ്രമിയായിട്ട് കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ദേവന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, രാക്ഷസന്മാരുടെ നാശത്തിന് വേണ്ടിയിട്ട് വിധിപ്രകാരം യാഗാദി കർമ്മങ്ങൾ ചെയ്തു പോരുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ശുഗനെ അഥവാ രാക്ഷസന്മാരുടെ നാശത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന ഈ ശുഗനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വജ്രദ്രംഷൻ എന്ന് പേരുള്ള ഒരു രാക്ഷസൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഗസ്ത്യ മഹർഷി ആ വനത്തിലൂടെ വരികയും ശുഗന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ശുഗൻ അദ്ദേഹത്തെ ഊണ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അഗസ്ത്യ മഹർഷി കുളിക്കാനായിട്ട് പോയ സമയത്ത് രാക്ഷസൻ അഗസ്ത്യ മഹർഷിയുടെ രൂപം ധരിച്ചു വന്ന് തനിക്ക് ഊണിന് ആട്ടിറച്ചി വേണം എന്ന് ശുഗനോട് പറഞ്ഞു. ശുഗൻ ഉടൻ തന്നെ തന്റെ ധർമ്മപത്നിയെ വിളിച്ച് അഗസ്ത്യമുനിക്ക് ആട്ടിറച്ചി വേണം, അത് തയ്യാറാക്കണം എന്ന് ഏർപ്പാട് ചെയ്തു. ശുഗൻ പറഞ്ഞതനുസരിച്ച് ശുഗന്റെ പത്നി ആട്ടിറച്ചി തയ്യാറാക്കി. ഊണിന് സമയമായ സമയത്ത് മായാവിയായ വജ്രദംഷൻ ശുഗപത്നിയുടെ വേഷത്തിൽ വന്ന് മനുഷ്യമാംസം അഗസ്ത്യമുനിയുടെ ഇലയിൽ വിളമ്പി. എന്നിട്ട് മറഞ്ഞു നിന്നു. മർത്യമാംസം കണ്ട് മൈത്രാവരുണിയും ക്രുദ്ധനായ ക്ഷിപ്രം ശുഗനെ ശപിച്ചു. മനുഷ്യന്റെ മാംസം കണ്ട് അഗസ്ത്യമുനി ശുഗനെ ശപിക്കുന്നു. മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക മത്തഭോഭൈഭവാൽ. എന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് അല്ലയോ ശുഗ, നീ മനുഷ്യ മാംസം ഭക്ഷിച്ചുകൊണ്ട് രാക്ഷസനായിട്ട് ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിക്കുന്നു. ഈ ശാപം കേട്ട് സംഭ്രമിച്ചുകൊണ്ട് ശുഗൻ പറയുകയാണ്, അല്ലയോ മഹർഷേ, മാംസം കൂട്ടി ഉണ്ടിട്ട് കുറെ കാലമായി എന്നും ഇന്ന് മാംസം കൂട്ടി ഭക്ഷിക്കണമെന്നും അങ്ങ് കൽപ്പിച്ചത് കൊണ്ടല്ലേ ഇത് തയ്യാറാക്കിയത്, എന്നിട്ടിപ്പോൾ ഇങ്ങനെ അങ്ങ് ശപിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ടപ്പോൾ മഹർഷി അത്ഭുതപ്പെട്ടു. ഞാൻ അങ്ങനെ പറഞ്ഞുവെന്നോ? അതെങ്ങനെ സംഭവിച്ചു? എന്താണ് ഉണ്ടായ സംഭവം എന്ന് വിശദീകരിച്ചാലും എന്ന് പറഞ്ഞു. അത് കേട്ട് ശുഗൻ ഉണ്ടായ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു. അങ്ങ് നീരാട്ടിന് എഴുന്നള്ളിയ സമയത്ത്
തിരികെ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് തനിക്ക് മാംസം കൂട്ടി ഊണ് വേണമെന്ന് പറയുകയുണ്ടായി. അതിനനുസരിച്ചാണ് ഞാനിത് തയ്യാറാക്കിയതെന്ന് പറഞ്ഞു. ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അഗസ്ത്യമുനി പശ്ചാത്താപത്തോടു കൂടിയിട്ട് ശുകനെ നോക്കി പറയുകയാണ്, ഹേ ബ്രാഹ്മണോത്തമ, നമ്മെ രാക്ഷസന്മാർ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു. എനിക്കും വിവേകമില്ലാതെ പോയി. വിധിയെ തടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ. എന്തായാലും എന്റെ ശാപം വിഫലമാകുകയില്ല. പകരം നീ നിരപരാധി ആയതുകൊണ്ട് നിനക്ക് ഞാൻ ശാപമോക്ഷം കൽപ്പിക്കുന്നു. രാവണൻ ശ്രീരാമപത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി ലങ്കയിലെ ഉദ്യാനത്തിൽ ഇരുത്തിയിരിക്കുന്ന കാലത്ത് നീ രാവണന്റെ വിശ്വസ്ത ഭൃത്യനായിട്ട് ജനിക്കും. അപ്രകാരം രാവണന്റെ വിശ്വസ്ത ഭൃത്യനായി തീരുമ്പോൾ രാമൻ രാവണനോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ലങ്കയിലെത്തും. ആ സമയത്ത് രാവണന്റെ ദൂതനായിട്ട് നിന്നെ നിയോഗിക്കുകയും നീ ശ്രീരാമന്റെ അടുത്ത് ചെന്ന് കാര്യവൃത്താന്തങ്ങളെല്ലാം അറിയിച്ച് മടങ്ങി വന്ന് രാവണന് ആത്മതത്വോപദേശം നൽകുകയും ചെയ്യും. അപ്രകാരം രാവണന് ആത്മതത്വോപദേശം നൽകുമ്പോൾ ശാപം നീങ്ങി നീ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും എന്ന് അഗസ്ത്യമുനി ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞ വാക്ക്, തപോധനന്റെ വാക്കുകളൊക്കെ സത്യമായി വന്നു എന്ന് ഇവിടെ ചേർക്കുന്നു. തുടർന്ന് മാല്യവാന്റെ വാക്യം. ശുകൻ പോയതിനു ശേഷം രാവണന്റെ അമ്മയുടെ അച്ഛനായ മാല്യവാൻ രാവണനെ ഉപദേശിക്കുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നു. രാവണൻ വേണ്ടതുപോലെ തന്റെ അമ്മയുടെ മുത്തച്ഛനെ സ്വീകരിച്ച് സൽക്കാരം ചെയ്ത് കുശലം ചോദിച്ച് യോഗ്യമായിട്ടുള്ള ഇരിപ്പിടം നൽകി ബഹുമാനിച്ചു. ബുദ്ധിമാനും വിവേകശാലിയുമായ മാല്യവാൻ രാവണനോട് ഉപദേശ രൂപത്തിൽ പറയുകയാണ്, അല്ലയോ പൗത്ര, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മോനെ. ഞാനത് പറഞ്ഞ് നീ കേട്ടതിന് ശേഷം നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തുകൊള്ളൂ. നീ സീതയെ ഇപ്പോൾ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ സീതയെ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്നതെല്ലാം ദുർനിമിത്തങ്ങളാണ് എന്ന് നീ മനസ്സിലാക്കൂ. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. കണ്ടില്ലയോ, നാശഹേതുക്കളായി ദാരുണമായി ഇടിവെട്ടുന്നിതന്വഹം. നാശഹേതുക്കളായിട്ടുള്ള ഒരുപാട് ദുർനിമിത്തങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട്. ചോരയും പെയ്യുന്നി ദുഷ്ടമായത്രയും ഇടിമിന്നൽ ഉണ്ടാകുന്നു. മേഘങ്ങൾ ചുടുചോര വർഷിക്കുന്നു. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കും. ദേവബിംബങ്ങളൊക്കെ ഇളകി വിയർക്കുന്നുണ്ട്. ദേവിയാം കാളിയും ഭദ്രകാളി ദേവിയും ഘോരദംഷ്ടകളോട് കൂടിയിട്ട് എല്ലായിടത്തും സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നു. പശുക്കൾ കഴുതക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഗോക്കളിൽ നിന്ന് ഖരങ്ങൾ ജനിക്കുന്ന പശുക്കൾ കഴുതക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. എലികൾ പൂച്ചകളോട് എതിർക്കുന്നു. പാമ്പുകൾ കീരിയോടും ഗരുഡനോടും എതിരിടുന്നു. അതുപോലെ മൊട്ടത്തലയും ഭീകരവേഷവുമായിട്ട് മഞ്ഞ കലർന്ന കറുപ്പ് നിറത്തിൽ കാലനെ എല്ലായിടത്തും കാണുന്നു. ഇതെല്ലാം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ആപത്ത് നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ്. നീ ചെയ്യേണ്ടത് ശാന്തി കർമ്മങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യണം. അതിൽ തന്നെ തീർച്ചയായിട്ടും നീ രാമനോട് അഭയം പ്രാപിക്കണം. രാക്ഷസ വംശത്തെ രക്ഷിക്കണമെന്ന ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ, അല്ലയോ രാവണ, രാമനോടുള്ള ശത്രുത നീ ഉപേക്ഷിച്ച് സീതയെ രാമന്റെ കാൽക്കൽ കൊണ്ടുവച്ച് നമസ്കരിക്കുക. മനുഷ്യവേഷം പൂണ്ട രാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കുക. യോഗികൾ രാമഭക്തി കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി രാമപാദങ്ങളാകുന്ന തോണിയിലൂടെ സംസാര സമുദ്രം കടന്ന് മോക്ഷപഥത്തിലെത്തുന്നു. രാവണ, നീ ദുഷ്ടനാണെങ്കിലും ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ വംശത്തെ രക്ഷിച്ചുകൊള്ളുക. നീ ദുഷ്ടനാണെങ്കിലും രാമനെ ഭജിച്ചാൽ ശുദ്ധനായി തീരും. വംശത്തെ രക്ഷിക്കേണ്ട കർത്തവ്യം നീ മറക്കാതിരിക്കൂ. ഞാൻ പറഞ്ഞത് സത്യവും നിനക്ക് ഗുണകരവുമാണ്. അതുകൊണ്ട് നല്ലതുപോലെ നീ ആലോചിച്ച് തീരുമാനമെടുത്താലും എന്ന് പറയുന്നു. ഇത് കേട്ട സമയത്ത് രാവണൻ ക്രുദ്ധനാവുന്നു. ബാല്യവാൻ പറഞ്ഞതൊന്നും തന്നെ രാവണൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എങ്കിലും വൃദ്ധനാണ്, ദുർബോധനാണ്, തന്റെ മുത്തച്ഛനാണ് എന്നുള്ളത് കൊണ്ട് തിരിച്ച് പ്രതികരിക്കാതെ രാവണൻ പറയുന്നു, മുത്തച്ഛ, വെറുമൊരു മനുഷ്യനും ഒരാശ്രയവും ഇല്ലാത്തവനുമായിട്ടുള്ള രാമനെ അങ്ങ് എന്തിനാണ് ഇത്രത്തോളം ബഹുമാനിക്കുന്നത്? വാനരന്മാരുടെ സാമർഥ്യം കൊണ്ട് കാര്യം നേടാമെന്ന് വിചാരിക്കുന്നവൻ എത്ര മൂഢരാണ്. രാമന്റെ നിയോഗം അനുസരിച്ചാണോ അങ്ങ് പോലും ഇപ്പോൾ എന്നോട് ഈ സമാധാന വാക്യങ്ങൾ പറയുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് തിരികെ പോകാം. ആവശ്യം വരുമ്പോൾ ഞാൻ ആളെ അയക്കാം, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. താങ്കൾ വൃദ്ധനും ഗുരുബോധനുമാണെങ്കിലും ഇത്തരം വാക്കുകൾ കേട്ടാൽ എനിക്ക് സഹിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് രാവണൻ മന്ത്രിമാരുമായി തന്റെ മാളിക മുകളിലേക്ക് കയറി പോവുകയാണ്. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. ഇതിൽ രാവണ ശുക സംവാദത്തിൽ
രണ്ടും കണക്കെനിക്കെന്ന് ശ്രീരാമൻ പറയുന്നുണ്ട്. ഒന്നുകിൽ ശ്രീരാമന്റെ പത്നിയെ സീതാദേവിയെ രാമന് തിരിച്ചേൽപ്പിക്കുക, അതല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. ഇത് രണ്ടും കണക്കാണ് എന്ന് ശ്രീരാമൻ പറയുന്നു. ഇത് ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം രാവണൻ സീതാദേവിയെ രാമന്റെ സമീപത്ത് കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കാഴ്ചയിൽ മറ്റൊരു പ്രയാസവുമില്ല. എന്നാൽ യുദ്ധം എന്നത് അതിഭയങ്കരമാണ്, അതിന് ഒരുപാട് പ്രയാസമുണ്ട്. ശ്രീരാമൻ പറയുന്നു ഇത് രണ്ടും എനിക്ക് കണക്കാണ്. കാരണം സീതാദേവിയെ ശ്രീരാമന് മുമ്പിൽ കൊണ്ടുപോയി നമസ്കരിച്ചാൽ ശ്രീരാമൻ യുദ്ധത്തിന് ഏർപ്പെടേണ്ടതില്ല, സ്വീകരിച്ചാൽ മാത്രം മതി. അതേപോലെ തന്നെയാണ് യുദ്ധം എന്ന് പറയുന്നതിൽ നിന്ന് ശ്രീരാമന് യുദ്ധവും സമാധാനവും ഒരുപോലെയാണ്. ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞു ശ്രീരാമന് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും എന്ന് രണ്ടില്ല, എല്ലാം ഒരുപോലെയാണ്. യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്തില്ലെങ്കിലും ഒരുപോലെയാണ് എന്നെല്ലാം പറയുമ്പോൾ അതിന്റെ തത്വത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. യുദ്ധമുണ്ടെങ്കിലും യുദ്ധമില്ലെങ്കിലും ശ്രീരാമൻ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ സീതാദേവിയെ സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെയുള്ളൂ. അത് യുദ്ധത്തിലൂടെയാണ് എങ്കിലും സമാധാനത്തിലൂടെയാണ് എങ്കിലും ലക്ഷ്യം നിറവേറുക എന്നുള്ളത് മാത്രമാണ് എന്നൊരു തത്വം അവിടെ നമുക്ക് ബോധ്യമാവേണ്ടതുണ്ട്. മറ്റൊന്ന്, കർമ്മഭൂവാം ഭാരതഖണ്ഡത്തിൽ, കർമ്മഭൂമിയായിട്ടുള്ള ഈ ഭാരതഖണ്ഡത്തിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് നിനക്ക് തത്വബോധം ഉണ്ടായില്ലേ എന്ന് പറയുന്നു. ജ്ഞാനപ്പാനയില് പൂന്താനന്ദ നമ്പൂതിരി പറയുന്നുണ്ട്, ഈ ഭാരതഖണ്ഡത്തിൽ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറയുന്നു. ആ ഭാരതത്തിന്റെ പ്രത്യേകതയും ഭാരതത്തിന്റെ സംസ്കൃതിയുടെ പ്രത്യേകതയും ഈ സനാതനധർമ്മ സംസ്കൃതിയുടെ പ്രത്യേകതയും കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഈ ഭാരതത്തിൽ ജനിച്ചു എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, അതും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് ജനിച്ചു എന്നുള്ളത് അതിലേറെ വിശേഷമായിട്ടുള്ള കാര്യം. ഇതെല്ലാം ഉണ്ടായിട്ടും ഹീനജാതികളെ പോലെ ഏറ്റവും മൂഢന്മാരെ പോലെ തത്വത്തെ അറിയാതെ ജീവിച്ചു പോവുകയാണ് എങ്കിൽ, ദേഹബുദ്ധി കൊണ്ട് ജീവിച്ചു പോവുകയാണ് എങ്കിൽ ഈ ജന്മം കിട്ടിയിട്ട് യാതൊരു ഫലവുമില്ല എന്നുള്ള ഒരു വിചാരമാണ് ഇവിടെ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. മറ്റൊന്ന്, ഭൃത്യൻ ആചാര്യനെ പോലെ പറയുന്നു എന്ന് ശുഗനോട് രാവണൻ പറയുകയാണ്. നീ എന്റെ ഭൃത്യനാണ്, അങ്ങനെയുള്ള ഭൃത്യൻ ആചാര്യനെ പോലെ എന്നോട് പെരുമാറുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നു. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ തന്നെ ഭൃത്യനാണെങ്കിലും ആചാര്യനാണെങ്കിലും പറയുന്നതിന്റെ തത്വം, പറയുന്നതിന്റെ അർത്ഥം, പറയുന്നതിന്റെ ബുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കി പെരുമാറാൻ ഇവിടെയും രാവണൻ ശ്രമിക്കുന്നില്ല. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം ആ മന്ത്രിമാര്, കഴിഞ്ഞ ദിവസം പറഞ്ഞതില് മന്ത്രിമാര് രാവണനെ ഉപദേശിക്കാൻ ശ്രമിച്ചില്ല. മാത്രമല്ല സഹോദരന്മാരൊക്കെ രാവണനെ ഉപദേശിച്ചു, ഇവിടെ ശുഗനും ഉപദേശിച്ചു. ഇതൊന്നും തന്നെ കേൾക്കാതെ ഭൃത്യനായിരിക്കുന്ന നീ എന്നെ ഉപദേശിക്കണ്ട എന്ന് രാവണൻ തീരുമാനമെടുക്കുകയാണ്. അവിടെയാണ് സുഗ്രീവൻ, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ സുഗ്രീവൻ ഹനുമാന്റെ, മന്ത്രിയായ ഹനുമാന്റെ ആ ഉപദേശം സ്വീകരിച്ചത് കൊണ്ട് സുഗ്രീവനുണ്ടായ നേട്ടത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നത്. എന്തായാലും അവിടെ ഭൃത്യനാണോ ആചാര്യനാണോ പറയുന്നത് എന്നതിനല്ല, ആ പറയുന്ന വിഷയത്തിന്റെ സംഗത്യം, ആ പറയുന്ന വിഷയത്തിന്റെ അർത്ഥം, ആ പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നാണ് എടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് മാല്യവാന്റെ വാക്യം. മാല്യവാനം ഇതുപോലെ ഉപദേശിക്കുന്നു. ആ മാല്യവാന ഉപദേശവും ഇവിടെ രാവണൻ കൈക്കൊള്ളുന്നില്ല. അപ്രകാരം മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും വില കൽപ്പിക്കാതെയാണ് രാവണൻ തന്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതാണ് രാവണന്റെ നാശത്തിനും രാവണ കുലത്തിന്റെ നാശത്തിനും കാരണമാകുന്നത് എന്ന് രാമായണം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വരികളിലൂടെ. ഇതിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത്, നമ്മോട് ഉപദേശിക്കുന്നവരാരായാലും നമുക്ക് നല്ലതിനു വേണ്ടിയാണ് ഉപദേശിക്കുന്നത് എന്ന ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ, അതിന്റെ ബോധം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഉപദേശത്തെ നാം സ്വീകരിക്കുക തന്നെ വേണം. ഇനി അവർ ഉപദേശിക്കുന്നത് നമുക്ക് നല്ലതിനു വേണ്ടിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ യോഗികളായിട്ടുള്ള ഭക്തന്മാരുടെ ഉള്ളിൽ എപ്രകാരമാണോ ശ്രീരാമൻ വസിക്കുന്നത് അതേ പ്രകാരത്തിൽ നമ്മുടെ ഉള്ളിൽ ശ്രീരാമൻ വസിക്കണം, ഈശ്വരൻ വസിക്കണം, ഗുരു വസിക്കണം. അപ്രകാരം ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ശുദ്ധനായിട്ട് നമ്മുടെ ഉള്ളിൽ ശ്രീരാമനെ സേവിക്കാൻ നമുക്ക് തയ്യാറാവണം. അപ്രകാരം സേവിച്ചാൽ ശ്രീരാമൻ നമ്മുടെ ഉള്ളിൽ വസിക്കും. അങ്ങനെ വസിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വേണ്ടത് വേണ്ട സമയത്ത് തോന്നാനുള്ള ബുദ്ധിയും വേണ്ട സമയത്ത് ഉപദേശിക്കാനുള്ള ആളുകളും നമുക്ക് മുമ്പിൽ ശ്രീരാമൻ തന്നെ കൊണ്ടുതരും, ഗുരുക്കന്മാർ തന്നെ കൊണ്ടുതരും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ജീവിതത്തിൽ യാതൊരു തരത്തിലും അപകടത്തിൽ പെടുകയില്ല, അബദ്ധങ്ങളിൽ ചാടുകയില്ല. നേർവഴിക്ക് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്രകാരം മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗത്തെ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സിതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ
हनुमत् सेवित सीतारामचंद्र भगवान की जय।